ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം രാവിലെ ഒരു 6 മണിയായിട്ടുണ്ട്. രാവിലെ കുറ്റിയും പറിച്ച് അങ്ങോട്ട് പോകുകയെന്നാരും വിചാരിക്കരുത്. ഞങ്ങൾ പോകുന്നത് മീനാക്ഷിപുരം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇവിടുത്തെ വല്യച്ഛന് ഒരു നേർച്ചയുണ്ടായിരുന്നു, കയറ് കുത്തണമെന്ന്. അതൊരു ഗരുഡൻ തൂക്കം അങ്ങനെയൊക്കെ ഉള്ള സെക്ഷൻ ഉണ്ടല്ലോ, അതിലൊരു ചെറിയൊരിത്, ആ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടത്തുന്നതാണ് അതിൻ്റെ നേർച്ച ദിവസം അമ്പലത്തിലെ ഉത്സവമൊക്കെ. അതിനായിട്ട് റെഡിയാക്കാനായിട്ട് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. വാനിലാണ് പോകുന്നത്. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാര്യം വെയിലും ചൂടും ആകെക്കൂടെ വെപ്രാളമായിപ്പോയി ഇന്നലെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു കമൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. രാവിലെ പോയ ഉടനെ പൊങ്കാലയൊക്കെ ഇട്ടത് ഇന്നലെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ആയിട്ട് തനിയെ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് നാഴെയാണെങ്കിൽ പിന്നെ റീയൂസ്ഡ് കണ്ടൻറ്റായി പോകും. അതുകൊണ്ട് വേണ്ട നമുക്കത്. പിന്നെ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് സ്വാമിയൊക്കെ കുമ്പിട്ട് കഴിഞ്ഞിട്ട് വന്ന് പൊങ്കാല ഇട്ടതാണ് രാവിലെ 2 പൊങ്കാല വന്ന് ഉച്ചയ്ക്കലത്തേക്ക് ആട്ടുംകുട്ടി ചോറായിരുന്നു. അപ്പോൾ ചോറ് റെഡിയായി ഇരിപ്പുണ്ട്. ഇവിടെ കറികളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കും. ദേഹണ്ണക്കാരൻ അവരുടെ ജോലി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെന്തുവാ, ഇവിടെ കറി തിളച്ച് ഒരു കറി ഇറക്കി ഒന്ന് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇറച്ചി കഴിക്കാത്തവർക്ക് സാമ്പാർ, തൈര്, പിന്നെ ഉരുളക്കിഴങ്ങ് തോരൻ, പായസം, അങ്ങനെ സെക്ഷൻ അവർക്ക്. ഒരുപാട് ആളൊന്നുമില്ലായിരുന്നു. ഇതൊരു ഗോഡൗൺ മാതിരിയുള്ളൊരു സ്ഥലത്തായിരുന്നു, ഒരു തോട്ടത്തിൻ്റെ നടുക്ക്. അപ്പോൾ വല്യച്ഛൻ്റെ സ്വന്തക്കാരൻ്റെ. അപ്പോൾ ഇവിടെ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഭക്ഷണമൊക്കെ റെഡിയാക്കി. ഈ തോട്ടത്തിൽ തെങ്ങ് നട്ടിട്ടുണ്ട്. തെങ്ങൊക്കെ കഴിഞ്ഞ വർഷം വെറും കുഞ്ഞായിരുന്നു, ഇപ്പോൾ ഇച്ചിരി വളർന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ആ ഗോഡൗൺ കണ്ടില്ലേ, ഇത് നമ്മൾ വന്ന വണ്ടിയാണ്. വെയിൽ വെള്ളം കുടിച്ച് മനം മറിച്ച് ഛർദ്ദിക്കാൻ വരുന്നതാണ്. കൂടെ കുഴപ്പമായിരുന്നു എനിക്ക്. രാവിലെ ഒരു 6 മണിക്ക് പോയി ഞങ്ങൾ വീട്ടിൽ വരെ 9 മണിയായി. അങ്ങനെ പിന്നെ ആഹാരമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ചടങ്ങ് നടത്താനുള്ളതായിരുന്നു. ആ സമയത്ത് പോയി സ്വാമിയൊക്കെ കുമ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്ന് അതെല്ലാം കഴിഞ്ഞ് അത് എടുത്തിട്ടില്ല. പക്ഷെ പിന്നെ അത് വേണ്ട, അത് എടുത്തുകൂടാ. അങ്ങനെ അത് എടുത്തിട്ടില്ല. അമ്പലത്തിൽ ലൈറ്റൊക്കെ ഇട്ട് രാവിലെ പൊങ്കാല ഇട്ട സ്ഥലം വിജനമായിട്ട് കിടക്കുന്ന ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറാക്കിയിട്ടുണ്ട്. ഈ കുഞ്ഞൻ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു വലിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ ബൈ. സീ യു ഫ്രണ്ട്സ്.